കേരളത്തിലെ ഹൗസ് ബോട്ട് മേഖലയിലുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനും ജലാശയങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും അതുവഴി തദ്ദേശീയരുടെ എല്ലാ ഉപജീവനവും ഏറ്റവും ശുഭകരമാക്കുന്നതിനുള്ള സന്ദേശം നൽകിക്കൊണ്ടും മാരിടൈം ബോർഡിലെ ജീവനക്കാർ ഒരു ഹ്രസ്വചിത്രം ശുഭയാത്ര എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. അഭിനന്ദനാർഹമായ ഒരു നടപടിയാണ്. ഇതൊരു കെട്ടുകഥയല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ എല്ലാ യാത്രകളും സന്തോഷകരമാകുവാൻ, എല്ലാ യാത്രകളും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, എല്ലാ യാത്രകളും ശുഭകരമാകുവാൻ കേരള മാരിടൈം ബോർഡ് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ അവതരിപ്പിക്കുന്നു. മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ, മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ. മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ, മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ. ആദിയില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ രന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. തെയ്യരയം തെയ്യരയം സകതയ്യേ തെയ്യരം തെയ്യരയം. ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. തെയ്യരയം തെയ്യരയം സകതയ്യേ തെയ്യരം തെയ്യരയം, തെയ്യരയം തെയ്യരയം സകതയ്യേ തെയ്യരം തെയ്യരയം.
കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നോക്കിയടാ ഒരു കിടു സീൻ. എന്തുവാടാ? ഓ അതല്ല അളിയാ, നോക്ക് മാ സീനാണ് മോനെ. എന്താ ഗ്ലാമറാണ് അങ്ങേർക്ക്. കൊള്ളാം കൊള്ളാം. ഹായ് സൂപ്പർ സൂപ്പർ, ഹാപ്പി ജേണി. അയാളതേ തിരിച്ചു വരുന്നടാ. സൂപ്പിച്ചു കിട്ടുമല്ലേ? ഞാൻ കണ്ണാടിയെങ്കിലും തരാൻ പറ്റുന്നതായിരിക്കും. ശരിയാടാ, അതേ കണ്ണാടി ഊരി. എന്തോന്നു? ലൈഫ് ജാക്കറ്റ് ഇടാനാ പറയുന്നേ. ലൈഫ് ജാക്കറ്റ്? പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, വെള്ളമടിച്ച് കറങ്ങി നടക്കാൻ. വെള്ളമടിച്ച് കറങ്ങി നടക്കാൻ ലൈഫ് ജാക്കറ്റും വേണ്ട. സിഗരറ്റ് ഉണ്ടോടാ? ഒഞ്ഞ് പോടപ്പാ, അവന്മാരൊരു കൂളിംഗ് ഗ്ലാസ്. അയാൾ വെച്ച ഗ്ലാസ് തന്നു നിനക്കൊക്കെ. തീപ്പെട്ടിയില്ലേ ഇതിനകത്ത്? ബാ താഴെ പോയി എടുക്കാം. എന്നാ വാ പോവാം. എടാ നമുക്ക് ഗ്ലാസും കൂടെ വെച്ചിട്ട് പോയാലോ? അങ്ങനെ പോവാ അല്ലേ? ഓക്കെ. പിന്നെ തരാം കേട്ടോ. ഇത് ഞാൻ തരത്തില്ല. നീ ബോട്ട് ഓടിക്കുകയാണല്ലേ ചേട്ടാ? ആ ബോട്ടിന്റെ ബെല്ലും ബ്രേക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. ബ്രേക്ക് ആയിട്ടൊന്നുമില്ല, റിവേഴ്സ് ഇട്ടാണ് നിർത്തുന്നത്. ഓ അത് ശരി.
കാണിക്കുന്നത്? എന്താടാ? എന്തിനാണോ കുപ്പി എറിഞ്ഞത്? കുപ്പിയാ? ആര്? കുപ്പി വേണോ? വേണോ? എറിയണോ? ഓടാ. എന്താടാ വിനു? എന്താ അവൻ ചോദിച്ചേ? ആർക്കറിയാം? നിന്റെയൊക്കെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ലടാ കായൽ. ചേടാ, ഒരുപാട് പേരുടെ ജീവിതമാടാ ഇത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ നിന്റെയൊക്കെ വേസ്റ്റ് മാറൽ. ആളും തല പറയാതെ കളിക്കല്ലേ. നീയൊക്കെ ആരായാലും എനിക്ക് എന്താടാ? വേഗം. തീരെ വയ്യെങ്കിൽ പെറുക്കി വീട്ടിൽ കൊണ്ടുപോടാ. ചേട്ടാ എന്താടാ വിനുവേദ ചുമ്മാതെ ഇങ്ങ് വന്നേ. വാ വാ വാ. ഞാനല്ല എറിഞ്ഞത്. അല്ല ഞാൻ കൊണ്ടുവരാടാ നിന്റെയൊക്കെ വീട്ടിൽ. ഇവന് എന്തുവാടാ? എന്താടാ? കുപ്പി നിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ കൊണ്ടേ. നെഞ്ചത്തായിരുന്നെങ്കിൽ നീ തീർന്നേനെ. വീടാ എന്നാ നെഞ്ചനെ താർക്കടാ. എണ്ണ കൊണ്ടോ മഞ്ചള കൊണ്ടോ മണ്ണിനങ്കരക്ക്, എണ്ണ കൊണ്ടോ മഞ്ചള കൊണ്ടോ ചിക്കുട്ടിനങ്കരക്ക്, എണ്ണ കൊണ്ടോ മഞ്ചള കൊണ്ടോ മണ്ണിനങ്കരക്ക്, എണ്ണ കൊണ്ടോ മഞ്ചള കൊണ്ടോ ചിക്കുട്ടിനങ്കരക്ക്, മാണിനങ്കേരെ തങ്കാട്ടി കുമരനങ്കേരെ, ൂരനങ്കേരെ തങ്കാട്ടി മാണിനങ്കേരെ, മാണിനങ്കേരെ തങ്കാട്ടി കുമരനങ്കേരെ, തങ്കാട്ടി മാണിനങ്കേരെ. എന്റെ പൊന്നിയേട്ടാ എന്ത് നോക്കിക്ക വേർക്കുന്നേ. മാറിക്ക. ഓടാ. ലലക്കാലൊടിവനരടലൊടിവനരടാ, ലലക്കാലൊടിവനരടലൊടിവനരടാ, താനാരോ ബോബോ കണ്ണേ ആരാരോ ബോബോ കണ്ണേ, താനാരോ ബോബോ കണ്ണേ ആരാരോ ബോബോ കണ്ണേ, രാസയ്യയ്യോ രാജരാസയ്യാരോ രാജകുമാരക, രാസയ്യയ്യോ രാജരാസയ്യാരോ രാജകുമാരക, രാസയ്യയ്യോ രാജരാസയ്യാരോ രാജകുമാരക, രാസയ്യയ്യോ രാജരാസയ്യാരോ രാജകുമാരക, ഇല്ലിമുള്ളോ നരകമുള്ളോ ശേഷം മകമമ നരകത്തോ ബോബോ, ഇല്ലിമുള്ളോ നരകമുള്ളോ ശേഷം മകമമ നരകത്തോ ബോബോ, രാസയ്യയ്യോ രാജരാസയ്യാരോ രാജകുമാരക, രാസയ്യയ്യോ രാജരാസയ്യാരോ രാജകുമാരക. ഒഴിവായത് ഒരു ജലദുരന്തം. ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ മൂലം ഒഴിവായത് ഒരു വൻ ജലദുരന്തമാണ്. കേരള മാരിടൈം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയ ഹൗസ് ബോട്ട് പിടിച്ചെടുത്തത്. ആദ്യ ജലദുരന്തത്തിന്റെ 100ാം വർഷത്തിലും ഹൗസ് ബോട്ട് അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപകടങ്ങളുടെ കാരണവും ഏകദേശം ഒന്നുതന്നെയാണ്. അമിതമായി യാത്രക്കാർ കയറുക, ലൈഫ് ജാക്കറ്റ് ധരിക്കാതിരിക്കുക, സുരക്ഷിതമല്ലാത്ത ബോട്ടിൽ യാത്ര ചെയ്യുക. ജലത്തിൽ പൊലിയുന്ന ജീവനുകൾക്ക് യഥാർത്ഥത്തിൽ ആരാണ് ഉത്തരവാദി? ഗുരുതരമായ നിയമലംഘനം നടത്തിയ ഹൗസ് ബോട്ട് ഉടമ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സർ, ഹൗസ് ബോട്ടിന്റെ പരിശോധന റിപ്പോർട്ടാണ് സർ. അവരെ ഇങ്ങ് വിളിക്കൂ. ഇയാളാണ് സാർ. ഇയാളാണ് എൻ്റെ സ്രാങ്കിനെ ആക്രമിച്ച് ബോട്ട് ഓടിച്ചത്. ഇയാൾക്ക് ലൈസൻസ് പോലും ഇല്ല സാർ. താങ്കൾ ആരാണ്? എൻ്റെ പേര് രാജേഷ്. ഞാനാണ് ഈ ബോട്ടിൻ്റെ ഓണർ. ആയിക്കോട്ടെ, താങ്കളുടെ ബോട്ടിന്റെ സ്രാങ്ക് ആരാണ്? ഞാനാണ്. അതെ സാർ, ഇയാളാണ്. എൻ്റെ ബോട്ടിൻ്റെ ജീവനക്കാർ തെറ്റുകാരല്ല സാർ. താങ്കളാണോ യാത്രക്കാരന് ബോട്ട് ഓടിക്കാൻ നൽകിയ സ്രാങ്ക്? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ ബോട്ടിലെ സ്രാങ്ക്? അതെ സാർ. ഹൗസ് ബോട്ടിൽ വേസ്റ്റ് ബിൻ വെക്കാറില്ലേ? ഉണ്ട് സാർ. പിന്നെന്തിനാണ് ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കായൽ തള്ളുന്നത്?
കായലിലേക്ക് മാലിന്യം തള്ളുന്നത് ഗുരുതരമായ കുറ്റമാണ്. അത് കണ്ടു നിൽക്കുന്നവർ റിപ്പോർട്ട് ചെയ്താൽ അതിന് സർക്കാർ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതാണ് ആ ഗവൺമെൻറ് ഓർഡർ. ഹൗസ് ബോട്ട് ഓടിക്കാനുള്ള താങ്കളുടെ ലൈസൻസ് കാണട്ടെ. ഇല്ല സാർ, എനിക്ക് ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല സാർ. ഉണ്ട് സാർ, ഉണ്ട് സാർ, ഇയാൾക്ക് ലൈസൻസ് ഉണ്ട് സാർ. ഇല്ല സാർ, എനിക്ക് ബോട്ട് ഓടിക്കാനുള്ള റാങ്ക് ലൈസൻസ് ഇല്ല സാർ. ലഷ്കർ ലൈസൻസ് മാത്രമാണ് ഉള്ളത്. അതില്ലേ, അത് മതി. അത് മതിയെന്ന് ആരാ പറഞ്ഞേ? അത് പോരെ സാർ? പോരാ. അയ്യോ, ആ നിയമം അറിയില്ലായിരുന്നു. നിയമം അറിയില്ല എന്ന് പറയുന്നത് അത് ലംഘിക്കാനുള്ള അനുമതിയല്ല. നാട്ടിലെ ഓരോ പൗരനും അവിടുത്തെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൗസ് ബോട്ടിലെ ജീവനക്കാർക്ക് 3 തരം ലൈസൻസുകളാണ് ഓഫീസിൽ നിന്ന് നൽകുന്നത്. സ്രാങ്ക്, എൻജിൻ ഡ്രൈവർ, ലഷ്കർ. ഇതിൽ ഹൗസ് ബോട്ടിൻ്റെ മാസ്റ്ററായ സ്രാങ്കിന് മാത്രമേ ഈ ബോട്ട് ഓടിക്കാൻ അനുവാദമുള്ളൂ. നിങ്ങൾ എത്ര പേരാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്തത്? 5 പേര്. സാർ, ബോട്ട് വാടകയായിട്ട് ഇയാൾക്ക് 50,000 രൂപയും കൊടുത്തു. 50,000 രൂപയോ? എൻ്റെ ബോട്ടിന് 3 ദിവസത്തെ ഓട്ടത്തിന് 50,000 ആകില്ല. 50,000 രൂപയാണ് ഞങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തുള്ള ഒരു ഏജന്റ് മാത്രമാണ് ഞങ്ങൾ പണം നൽകിയത്. എൻ്റെ പൊന്ന് സാറേ, 15,000 രൂപയാണ് എനിക്ക് ആകെ ഓട്ടത്തിന് കിട്ടിയത്. കാസർഗോഡുള്ള ഏജന്റാണ് എനിക്ക് ഓട്ടം പിടിച്ചു തന്നത്. കമ്മീഷൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി. നിങ്ങൾ യാത്ര ചെയ്ത ബോട്ടിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി എത്രയാണ്? അറിയില്ല സാർ. അതും അറിയില്ല. ഒരു ജലയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കരയിലെ യാത്ര പോലെ അല്ല ജലയാത്ര. ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നടപടിക്രമങ്ങളും എത്രത്തോളം കാര്യക്ഷമമെന്ന് പറഞ്ഞാലും ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ജലയാത്രയ്ക്കായി ഒരു ബോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പരമാവധി എത്ര പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ബോട്ട് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. ഇതിലെ ബോട്ടിനകത്ത് തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒട്ടിച്ചിട്ടുണ്ടാവും. അതിനകത്ത് തന്നെ പാസഞ്ചർ കപ്പാസിറ്റി എത്രയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബോട്ടിലും അവരുടെ സർട്ടിഫിക്കറ്റുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. സർവേ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ പരിശോധിച്ചാൽ തന്നെ ആ ബോട്ടിനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ നമുക്കറിയാം. ഈ 2 സർട്ടിഫിക്കറ്റുകളിലും കാലഹരണപ്പെടുന്ന തീയതി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലഹരണപ്പെട്ട ബോട്ടിലല്ല നമ്മുടെ യാത്ര എന്നത് നമ്മൾ യാത്രക്കാർക്ക് തന്നെ ഉറപ്പുവരുത്താവുന്നതാണ്. ഓരോ ബോട്ടും കരക്കയറ്റി പരിശോധിക്കുന്നതിനാണ് ട്രൈഡോക്ക് സർവേ എന്ന് പറയുന്നത്. അത് കൃത്യമായി ചെയ്തിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ആ സർവേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇതാണ് സർവേ സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ. ഇതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനുള്ള ബോട്ടുകൾ മാത്രം യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുക, ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുക, അനുകൂല കാലാവസ്ഥയിൽ മാത്രം ജലയാത്ര നടത്തുക. ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ അപകടങ്ങൾ നമുക്ക് തന്നെ ഒഴിവാക്കാനാവും. നമ്മുടെ ഓരോ യാത്രയും ശുഭകരമാക്കാനല്ലേ നാം ശ്രമിക്കേണ്ടത്. അത് പകുതി വഴിയിൽ അവസാനിപ്പിക്കാനല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. നിയമപരമായ നടപടികൾ എടുത്തേ മതിയാവുകയുള്ളൂ. നിയമം ഇരുന്നുവെങ്കിൽ ഈ യാത്ര എങ്ങനെ അവസാനിപ്പിക്കാമായിരുന്നു? പകുതി വഴിയിൽ യാത്ര മുടക്കി ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു. നമ്മുടെ ജലയാത്ര നമുക്ക് ശുഭയാത്രയാക്കാമായിരുന്നില്ലേ? അത്തരമൊരു ക്ലൈമാക്സ് അല്ലേ ഇതിനേക്കാൾ മനോഹരമാവുക? ആദിയില്ലല്ലോരന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോരന്തമില്ലല്ലോ പോയ യുഗത്തിൽ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ, വാലിഡ് ആണ്. പാസഞ്ചർ കപ്പാസിറ്റി അതും ഓക്കെ. സർവേ സർട്ടിഫിക്കറ്റും വാലിഡ്. ഓക്കെ. എടാ, ജീവനക്കാരുടെ ഡീറ്റെയിൽസ് കൂടെ നോക്കിയേ. പോയിന്റ്. ലഷ്കർ രാധാകൃഷ്ണൻ നായർ, എൻജിൻ ഡ്രൈവർ മനോജ് ജോൺ, ഹൗസ് ബോട്ടിന്റെ മാസ്റ്ററായ സിറാങ്ക് ശ്രീമോൻ. യെസ്, എവറിത്തിങ് ഓക്കെ. താനേ താന